ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാരസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് എൻ്റെ വല്യമ്മയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറുതാവുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു ബിരിയാണിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പല വെറൈറ്റിയിലുള്ള ബിരിയാണി കിട്ടും. പക്ഷേ അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കിട്ടുന്ന ആകെ ഒരു ഈ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ കണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, കിച്ചണിന്നും അതായത് വീടൊട്ടാകെ ഒരു സ്മെല്ലായിരിക്കും. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അന്നൊക്കെ എങ്ങനെയാണ് ബിരിയാണി എന്ന് പറയുമ്പോൾ, ഇന്നൊക്കെ പിന്നെ ബിരിയാണി എല്ലാ ടൈമിലും സുലഭമാണ്. അന്ന് വളരെ റെയറായിട്ടൊക്കെയാണ് വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുക. പെരുന്നാൾ കാര്യങ്ങൾ, വലിയ സൽക്കാരം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ബിരിയാണിയാണ് എങ്ങനെയാണ് എൻ്റെ വല്യമ്മ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കിയാലോ. ഇതിന് വേണ്ടി നമുക്ക് ബിരിയാണിയിലേക്കുള്ള ആദ്യം മസാല റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഞാൻ 2 വലിയ ഉള്ളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി 2 സ്പൂണ് വരെ കിട്ടുന്ന രീതിയിൽ ചതച്ചതാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ബൗൾ നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിൽ 3/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ബാക്കി ഞാൻ റൈസിൻ്റെ മുകളിലേക്ക് ഇടാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 3/4 കിലോളം ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒരു മീഡിയം പീസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം ഇതിലേക്ക്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് കൊഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു 6 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 2 നമ്മളെ പട്ടേൻ്റെ ഇലയും 2 പട്ടയും അതുപോലെ 2 ഏലക്കായി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം എല്ലാ രീതിയിലും ഉള്ളിയും എല്ലും തക്കാളിയൊക്കെ നല്ലോണം കുഴയണ രൂപത്തിൽ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒന്നുകൂടി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും, ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങളെ അനുസരിച്ചിട്ടൊക്കെ മഞ്ഞളുടെ കളറ് കുറവാണെങ്കിൽ ഇത്തിരി മഞ്ഞൾ കൂടി ഇടണം. കാരണം നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിൽ ചേർക്കൂല. റൈസിലൊന്നും ഈ മസാലയിൽ നിന്ന് വേണം മഞ്ഞൾ ചോറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് വെക്കുക. നിങ്ങൾക്കും അതുപോലെ നോക്കുക. ഇനി ഇതൊന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂറോളം അടിച്ചു വെച്ച് മാറ്റി വെക്കാം. ഈ ടൈമിൽ ഞാൻ ഒരു 3/4 കിലോ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് കഴുകി നല്ലോണം വെള്ളത്തിൽ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വരെ നമുക്കിത് അടിച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലൊരു പാന് വെക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് മാറ്റി വെച്ചാണ് നമുക്കൊന്ന് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനും കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ബൗളിൽ ഉള്ളി ഡീപ് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ഉള്ളി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട പാടെ തന്നെ പെട്ടെന്ന് അത്
പൊങ്ങി വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇവിടെ റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി അടുപ്പിലേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 3/4 കിലോ ജീരകശാലയാണ് എടുത്തത്. ഞാനത് പുതിർത്തി വെച്ച അരി സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി വെള്ളം ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ കലങ്ങിയതിന് ശേഷം നമുക്ക് 2 കറുവപ്പട്ടൻ്റെ ലീഫും അതുപോലെ തന്നെ 2 കറുവപ്പട്ടൻ്റെ പീസും അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഗ്രാമ്പും നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ സ്ട്രെയിനറിലേക്ക് നമ്മൾ അരി മാറ്റി വെച്ചാണ്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരട്ടെ. ഈ സ്ട്രെയിനറിലേക്ക് വെച്ച അരി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ അരി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 1/2 വേവാകുമ്പം അത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നോക്കി നോക്കാം. ഫുള്ള് വേവാവരുത്, കാരണം ഇത് നമുക്ക് ദമ്മ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1/2 വേവാകുമ്പോൾ നമുക്കിത് സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഏകദേശം 1/2 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ചെയ്യാനുള്ളതിലേക്ക് നോക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഓൾറെഡി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത നമ്മൾ റൈസ് 1/2 വേവിലെടുത്ത റൈസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് പ്യുവർ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച കുറച്ച് മല്ലിയില ഉള്ളത് അതും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാലൻ്റെ അകത്തു നിന്നുള്ള മഞ്ഞളാണ് ഇതിലേക്ക് റൈസിലേക്ക് വരാം ദമ്മ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇത് അടിച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം. എന്നിട്ട് ഈ 10 മിനിറ്റിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പം ചിക്കനും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ നല്ലോണം വെന്ത് ചോറും റെഡിയായി വരും. ഇപ്പോൾ നമ്മൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചോറ് ബിരിയാണി ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലാണ് ഇത് തുറക്കുമ്പോൾ തന്നെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. റൈസ് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് മസാലയിലുള്ള മഞ്ഞയൊക്കെ റൈസിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമുക്ക് ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കാൻ. മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്